രക്ഷപ്പെട്ടിട്ടാ കേരളത്തിലെ യുവതലമുറ യങ് ജനറേഷൻ ജെൻസി കിഡ്സ് 2K കിഡ്സ് എല്ലാവരും നന്നായിരിക്കുകയാണ്, നന്നാവാൻ പോവുകയാണ്. കാരണം മാർക്കോ സിനിമ TV ചാനലുകളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. ഇനി നാളെ മുതൽ എല്ലാ കുട്ടികളും മാർക്കോ ഇനി റിലീസാവില്ലല്ലോ TV-യിൽ, അതുകൊണ്ട് പിന്നെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തമ്മിൽ ഇറങ്ങി കെട്ടിയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ലഡ്ഡു ജിലേബിയൊക്കെ വിതരണം ചെയ്ത് നന്നായി. കേരളത്തിലെ ജനറേഷനെ നന്നായി, യങ് ജനറേഷൻ നന്നായി. ഇവിടെ ഒരേശം ബുദ്ധിയും ബോധവും വിവരവും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ കാണിക്കൂടി. മാർക്കോ സിനിമയാണോ പ്രശ്നം? ആവേശം സിനിമയാണോ പ്രശ്നം? ദൃശ്യമാണോ പ്രശ്നം? സിനിമകളാണോ ഇവിടുത്തെ വിഷയം? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, എത്ര കുറഞ്ഞ എമൗണ്ടിൽ, എത്ര കുറഞ്ഞ ആളുകൾക്കിടയിൽ. ഇവിടുത്തെ ബേസിക് പ്രശ്നം എന്താ? പാരൻറ്റിങ്. ഫസ്റ്റ് പ്രശ്നം പാരൻറ്റിങ്. സെക്കൻഡ് പ്രശ്നം നിയമം. മാറേണ്ടതായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ. ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതിന് വരെ മുഖ്യമന്ത്രി സഭയിൽ ലീച്ച് നിന്നിട്ട് എടാ മോനെ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അതൊരു വിഷയമാണ്. അപ്പുറത്ത് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല. മാർക്കോ വൻ വിഷയമാണ്, മറ്റേ ആവേശം വൻ വിഷയമാണ്. ഇപ്പുറത്ത് വരുമ്പോൾ ഗണേഷ് കുമാർ, വിജയ് 10 ആളെയൊക്കെ കൊന്നു തള്ളിയിട്ട് പിറ്റേ ദിവസം സുഖമായിട്ട് കാറെടുത്ത് പോണത് എന്ത് ലോജിക്കാണ് ഉള്ളത്? ഇതൊക്കെ കുട്ടികൾ കാണില്ലേ എന്നുള്ളത്. നിങ്ങളെയൊക്കെ ആ ബുദ്ധിയുണ്ട് കുട്ടികൾക്ക്, നിങ്ങളെയൊക്കെ ആ ബുദ്ധിയും വിവരവും അന്തവും ബോധവും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. അപ്പം എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കോയ്ക്ക് TV ചാനലുകളിൽ വിലക്ക്, പ്രദർശന അനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. ഓക്കെ, അപ്പോഴത്തേക്ക് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് അയാളുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ആർട്ട് നിരോധിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. ഒരു സിനിമ നിരോധിച്ചാൽ മാത്രം തീരാവുന്ന ഒരു വിഷയമാണോ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ മണ്ടന്മാരുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും ഞാനിവിടെ ന്യൂസ് ഉള്ളേ ചെയ്യാം. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ റീജിയണൽ ബോർഡിലുള്ള മേധാവി കൂടിയായിട്ടുള്ള നദീം തുഫൈലാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷനിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ CBFCക്ക് ഇതിലൊരു പരിമിതിയുണ്ട്. ടെലിവിഷനിൽ മാത്രമേ വിലക്ക് ഏർപ്പെടുത്താൻ കഴിയൂ. അതേസമയം സിനിമ OTTയിൽ വരുന്നത് നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബോർഡാണ്. അത് ശരിക്കും CBFCയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. നിലവിൽ ഈ മാർക്കോ സിനിമയിലുള്ള ഈ വയലൻസിൻ്റെ രംഗങ്ങൾ, അതിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയിൽ മറ്റൊന്നും തന്നെ ഇല്ല. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ടെലിവിഷനിൽ വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ് നദീം തുഫൈൽ പങ്കുവെക്കുന്നത്. മറ്റു പ്രധാന ഈ മണ്ണം തീരുമാനം എടുക്കുന്നവന്മാരോടാണ് പറയാനുള്ളത്. ഈ ഒരു യങ് ജനറേഷനിൽ പെട്ട ഒരാൾ TV കാണും. അവർക്ക് എത്ര ഇപ്പം എന്നോടൊക്കെ ചോദിച്ചാൽ പണ്ടത്തെ ചാനലിലേക്ക് പേര് പറയും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്പർ അടക്കം പറയും, ചാനൽ നമ്പറൊക്കെ. പണ്ടത്തെ ഒരു 10 വർഷമായിട്ട് ഞാൻ TV ഒന്നും കാണാറില്ല. ഇപ്പം ഞാനൊരു 90s കിട്ടാം, ഞാനേ കാണാറില്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ആരെങ്കിലും TV കാണൂടെ? പിന്നെ എല്ലാ വീട്ടിലും സ്മാർട്ട് TV ആണ്. എല്ലായിടത്തും OTT പ്ലാറ്റ്ഫോംസ് സ്മാർട്ട് TV കിട്ടും. അവരവിടെ കണ്ടോളും. നിങ്ങൾക്ക് നിരോധിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയൽ നിരോധിക്കുക. കാരണം എന്താണ്, ഇവിടെ കുറേ സീരിയലുകൾ അഴിച്ചിറക്കി വിട്ടിട്ട് പല കുടുംബങ്ങളും താറുമാറാവുന്നുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുന്ന കുറേ വസന്തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അത് വേണേൽ ചെയ്യാൻ നോക്കുക. അല്ലാതെ കുട്ടികൾ വഴിതെറ്റിപ്പോവും, വയലൻസ് കുട്ടികളുടെ മനസ്സിലേക്ക് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ TV-യിൽ വരുന്നത് വിലക്കുക എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരം കാണിച്ചിട്ട് ഏത് കുട്ടികളുടെ TV കാണുന്നത്? ഏത് കുട്ടികൾക്ക് ഇവിടെ TV കാണേണ്ടത്? ഇപ്പോൾ ഇതും വലിയ ബ്ലണ്ടർ ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടും കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ പടത്തിൻ്റെ നിർമ്മാതാവായ വ്യക്തി വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വയ്ക്കാം. ആ വ്യക്തിയുടെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എനിക്ക് എന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ സിനിമകളിൽ ഞാൻ
വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ വന്ന മാർക്കോ സിനിമ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. വയലൻസ് ഇങ്ങനെ കാണിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ കാണാനായിട്ട് ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. വയലൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ്. അപ്പോൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് എപ്പോഴും അതിൻ്റെ ഒരു ഇൻറ്റൻസ് കാണിക്കുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണതയിൽ എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഓരോ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയാലും ക്രിയേറ്റീവ് മൈൻഡുള്ള എല്ലാവരും ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. തെറ്റായ ഒരു മെസ്സേജ് കാണിക്കാനല്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത്. ആ കാണിക്കുന്നത് ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആയിരിക്കാം അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ്മാര് തീരുമാനിച്ച് അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഗർഭിണിയുടെ സീന് പറഞ്ഞു, അതും ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ്. അതായത് ഒരു വില്ലൻ വന്ന് ഒരു ഫാമിലിനെ എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന്റെ, അതായത് ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ആൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. 18+ എന്നുള്ള സർട്ടിഫിക്കേഷൻ മേടിച്ച് വളരെ പ്രോപ്പറായിട്ട് മാർക്കറ്റിലേക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് 18+ ആണെന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയത്. പിന്നെ തിയേറ്ററിലേക്ക് കയറിയിട്ടുള്ളതിന്റെ ഉത്തരവാദിത്തം 18 വയസ്സ് താഴെയുള്ള ഉത്തരവാദിത്തം ആസ് എ പ്രൊഡ്യൂസർ എനിക്കതിൽ ആൻസർ ഇല്ല. കാരണം അത് എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഓക്കെ, എന്താണെങ്കിലും നിർമ്മാതാവിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കൊള്ളാം. നിർമ്മാതാവ് ഈ ഇടയ്ക്ക് കാട്ടാളൻ എന്ന് പറഞ്ഞ് പെപ്പെ വെച്ചിട്ടുള്ളൊരു മൂവി, ഇഫ് ഐ എം നോട്ട് റോങ് അത് തന്നെയാണ് പേര്, കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയുടെ പോസ്റ്ററൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമാണത് ലോഞ്ച് ചെയ്യാന്നൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറേ പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വയലൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നു, നിങ്ങളുടെ ഇതിന് മുമ്പ് ഇറക്കിയ മാർക്കോ സിനിമ ചർച്ച ചെയ്യാവുന്നു. ശരിക്കും നല്ല കിടിലം പ്രൊമോഷൻ പരിപാടിയാണ് ഇങ്ങനെ ഇപ്പോൾ ഈ കാണിച്ചു വെച്ചെന്നുള്ളത്. എനിക്ക് ആ ഒരു ആംഗിളാണ് എനിക്ക് തോന്നുന്നത്. ഈ പടത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വയലൻസ് കളയാൻ പറ്റുമോ? ഈ പടത്തിൻ്റെ പോസ്റ്ററിനകത്ത് തന്നെ ഇരിക്കുന്നത് ഏകദേശം കണ്ടറിയാം. ഒരു മഴവും ഒരു തീയും, തീ കത്തി ആളുന്ന തീയുടെ മുന്നിൽ മഴവും പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി. പെപ്പയാണ് മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിലൊക്കെ വെട്ടിയും കുത്തിയും ചത്തും കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളിത് വയലൻസ് കൊണ്ട് ഒഴിവാക്കും. ഇപ്പോൾ ഇത് വയലൻസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഴുവിന് ഒരു റോസാപ്പൂ കൈ കൊടുത്തിട്ട് ഊതി വീഴ്ത്തും ആൾക്കാരെ. നടക്കാൻ പോകുന്നില്ല. നൈസായിട്ട് എന്താണെങ്കിലും മാർക്കോയ്ക്ക് കുറച്ച് സീന് കേട്ടു. ഇനി അടുത്തൊരു പടത്തിൻ്റെ മുകളിൽ സീൻ വരണ്ട, കുറച്ചു എന്നുള്ള ആദ്യം വന്ന് പറയാം. എന്നാൽ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പടം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് 10 ആൾ അറിയും കൂടിയും ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് വന്ന് അടിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സംഗതി ഫീൽ ആയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇത്രത്തോളം വിഷയം ഉണ്ടാക്കുന്നത്? ഇവിടെ മാർക്കോ സിനിമയാണോ പ്രശ്നം, അല്ലെങ്കിൽ ആവേശമാണോ പ്രശ്നം, അല്ലെങ്കിൽ ദൃശ്യമാണോ പ്രശ്നം? ഇവിടുത്തെ ഈ സിനിമകളൊന്നും അല്ല ഇവിടുത്തെ വിഷയം. മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, ഗണേഷ് കുമാർ പറയുന്നു, നാട്ടിൽ വന്നവനും പോയവനും നിന്നവനും ഒക്കെ ടി വി കയറിയിരുന്നു പറയുന്നത് സിനിമയാണ് പ്രശ്നം, സിനിമയാണ് പ്രശ്നം. ഇടയ്ക്ക് എത്രയോ നല്ല നല്ല സിനിമകൾ ഇറക്കി വിട്ടിട്ടില്ലേ? അത് കണ്ടിട്ട് ഏതെങ്കിലും ഒരുത്തൻ നല്ലവനായി നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ പറയും നെഗറ്റീവ് മാത്രമേ ആളുകളുടെ തലയിൽ കയറൂ, ഈ വയലൻസ് മാത്രമേ കുട്ടികൾക്ക് പറ്റൂ. കുട്ടികൾ ഈ മാർക്കോ കീർക്കോ കണ്ടിട്ടൊന്നും അല്ലടേ ഈ വിഷയം. പാരൻറ്റിങ്, മര്യാദയ്ക്കുള്ള നേരാവണ്ണമുള്ള പാരൻറ്റിങ് വേണം. മനസ്സിലായോ? ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്ക് സമയമില്ല മക്കളെ നോക്കാൻ, മെയിൻ വിഷയം. രണ്ടാമത്തെ കാര്യം, മക്കൾ അഡ്വാൻസ്ഡ് ആയ അത്ര പാരൻസ് അഡ്വാൻസ്ഡ് അല്ല. മക്കൾക്ക് അറിയുന്ന ലോക വിവരവും ഗാഡ്ജറ്റ്സും മക്കൾക്ക് അറിയുന്ന സോഷ്യൽ മീഡിയ ഒന്നും ഇപ്പോഴത്തെ പാരൻസിന് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. മക്കൾ പാരൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു മാർക്കോ, ഞാൻ വെരി സീരിയസ് ആയിട്ട് ചോദിക്കുക, എൻ്റെ വ്യൂവേഴ്സിലുള്ള ഈ പറഞ്ഞ 2K ജെൻസി ക്രൗഡ്, പുതിയ കുട്ടികൾ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ, മാർക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ കണ്ടിട്ട്? എന്നെ പോലുള്ള 90s കിഡ്സ് തന്ത വൈബ് അടിച്ചിരിക്കുന്നവർക്ക് അടിപൊളി. എടാ ഇവിടുത്തെ പിള്ളേർ ഇപ്പോൾ സ്ക്വിഡ് ഗെയിം അടക്കം കുറേ ഇതുപോലെയുള്ള സീരീസുകൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എക്സ്പോസ്ഡ് ആണ് കുറേ വർഷങ്ങളായിട്ട്. അവരെല്ലാവരും ലോകത്തിലിറങ്ങുന്ന എല്ലാ സീരീസുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാ വീഡിയോസിനും, അത് വയലൻ്റ് ആയിരിക്കാം, ഇമോഷണൽ ആയിരിക്കാം, ലവ് ആയിരിക്കാം, എല്ലാത്തിനും അവർ എക്സ്പോസ്ഡ് ആണ്. നമ്മളെപ്പോലെ മഹാഭാരതവും രാമായണവും ജയ് ഹനുമാനും കണ്ടു വളർന്ന, മറ്റേ കുട്ടി ടി വി, ചുട്ടി ടി വി, കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടു വളർന്ന ആൾക്കാരാണോ ഇവർ? അങ്ങനെയാണോ ഇവർ വളരുന്നത്? ഇന്നെവിറ്റബിൾ
കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കലാസൃഷ്ടികളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറയാലോ, തൊട്ടിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് നീക്കാൻ അങ്ങനെ നടന്നു തുടങ്ങുന്ന ഒരു 2-3 വയസ്സുള്ളവരെ കുട്ടികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 4-5 വയസ്സിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അവർക്ക് കറക്റ്റ് മൊബൈൽ ഫോണിൻ്റെ പാറ്റേൺ കണ്ടുപിടിക്കാനറിയാം. ടി വിയിൽ സ്മാർട്ട് TV ആണെന്നുണ്ടെങ്കിൽ OTT എടുത്ത് വീഡിയോ കാണാനറിയാം. വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും വരെ ചിലപ്പോൾ വലിയ പിടുത്തം ഉണ്ടാവില്ല. 8-10 വയസ്സുള്ള കുട്ടികൾ ഗൂഗിൾ പേയിൽ എങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വരെ കാണിച്ചു കൊടുക്കും. ഗൂഗിൾ പേ വരെ ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളായിരിക്കും അച്ഛനമ്മമാർക്ക്. ഇവിടുത്തെ പാരൻറ്റിങ് ആണ് വിഷയം. പണ്ട് കാലങ്ങളിൽ എന്താ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, നമ്മളൊക്കെ ഉപദേശിക്കാൻ ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഉപദേശം വേണ്ട. നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ചോദിക്കുക? നമ്മളെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് ഉണ്ടാവും. ഇപ്പോൾ വളരെ സുഖമില്ലേ, നേരെ ഫോൺ എടുക്കുന്നു, സിറി, ChatGPT, ഗൂഗിൾ, ഇങ്ങനെ ഇരിക്കല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ ആർക്ക് വേണം? രക്ഷിതാക്കൾക്ക് വേണം. രക്ഷിതാക്കൾക്ക് കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ യൂട്യൂബ് കിഡ്സ് വേർഷനില്ലേ, അങ്ങനെ എല്ലാ സാധനവും. ഇപ്പോൾ സിനിമ ഇറങ്ങുന്നു, അത് 18+ ആണെന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചാൽ മതി, അവർ കണ്ടാൽ മതി. ഈ നാട്ടിലെ എല്ലാ തന്തിയും തള്ളും എന്തിനാണ് ഈ കുട്ടികളെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ, വയലൻസ് സിനിമ ഇറങ്ങുന്നു, 18+ ആണ് ആ സിനിമ, കുട്ടികൾക്ക് കാണിക്കാൻ പാടില്ല. അച്ഛനും ഈ നാളെ കുട്ടീനെയും വെച്ചൊരു ഒക്കത്ത് വെച്ചൊരു ഒറ്റ ഓട്ടാ സിനിമ കാണാൻ. ഞാൻ ഈ അടുത്ത് നോക്കുമ്പോൾ ഉണ്ണി മുന്തൻ്റെ ഇതേ മാർക്കോ സിനിമ അവർ പറയുന്നുണ്ട് കുട്ടികളെ കാണിക്കാൻ പാടില്ല, അങ്ങനെയാണ് അവർ ഇറക്കി വിട്ടത്. ഏതൊരു കുട്ടീനെ തള്ളേൻ്റെ മുകളിലൊരു മറ്റേ മൊബൈലും വെച്ച് കൊടുത്തിട്ട് കുട്ടിക്ക് അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നൊരു വീഡിയോ. എന്നിട്ട് ഉണ്ണി മുന്തിനാണെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് പണി വാങ്ങി, ലാസ്റ്റ് എന്ത് ചെയ്ത് റീഷെയർ അടിച്ചത് മാറ്റി, കൊളാബറേഷൻ പോസ്റ്റ് ഇട്ടതാണ്. അത് പണി കിട്ടിയപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റിയത്. എടീ, ഞാനൊരു കാര്യം പറയാലോ, പാരൻറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വിഷയം സംഭവിക്കുന്നത് പാരൻറ്റിങ്ങിൻ്റെ മുകളിലാണ്. പാരൻസിനാണ് ഇവിടെ ബുദ്ധിയും ബോധവും വിവരവും കൂടിക്കൊണ്ടിരിക്കേണ്ടതും വരേണ്ടതും. കുട്ടികളേക്കാൾ ഐഡിയ എല്ലാത്തിനും വേണ്ടത് പാരൻസിനാണ്. സോ പാരൻറ്റിങ് ഇവിടുത്തെ മേജർ ഇഷ്യൂ. സെക്കൻഡ്, സ്കൂൾ കോളേജുകൾ, ടീച്ചേഴ്സ്, അവർക്ക് ഒരു ഗ്രിപ്പും ഇല്ല. ഇപ്പോഴത്തെ യങ് ജനറേഷൻ്റെ മുകളിൽ ഒരു ഗ്രിപ്പും ഇല്ല. അവരെന്തോ ഒരു കടമ തീർക്കാൻ വരുന്ന പോലെ വളരെ ഫണ്ണായിട്ട് വന്നിട്ട് അവരവരുടെ സിലബസും അവരുടെ ടോപ്പിക്കുകളൊക്കെ തീർത്തിട്ട് അവർ ഓടിപ്പോണു. ഒരു തരത്തിലുള്ള അതോറിറ്റി ഇല്ല. എല്ലാം പക്ക ബിസിനസ്സാണ്. എല്ലാം ഒരു ഹൈഫൈൻ്റെ മുകളിൽ ബിസിനസ്സായിട്ട് തീർക്കണം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ എന്തുള്ളൂ, സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉള്ളൂ. അതൊരു സൈഡിൽ അങ്ങനെ പോകണം. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഈ വളർന്നു വരുന്ന യങ് ജനറേഷന് ഒരു തരത്തിലുള്ള സിമ്പതി, എമ്പതി, ലവോ കാര്യങ്ങളോ ഒന്നും തോന്നാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ, എത്ര വീട്ടിൽ പെറ്റ്സ് ഉണ്ട് ഇപ്പോൾ? ഒരു ജീവിയോട്, ഒരു സഹജീവിയോട്, ഒരു വേറെ എന്തെങ്കിലും ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒന്നും വേണ്ടേ, എന്തെങ്കിലും ഒരു ജീവിനോട് ഒരു സ്നേഹവും ഇഷ്ടവും മക്കൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഉണ്ടോ? ഞാനൊക്കെ വളർന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ മുയൽ, കോഴി, പട്ടി, പൂച്ച, ഇപ്പോഴും വളർത്താൻ പറ്റാത്ത സിറ്റുവേഷനല്ല. പെറ്റ്സിനെ വളർത്തിക്കൂടെ? നമുക്കൊരു ഇമോഷൻ വരും, ഈ കുട്ടികൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരും, ഒരു ബോണ്ട് വരും. ഇല്ല, അതുപോലും കട്ട് ചെയ്തിരിക്കുകയാണ് കുട്ടികളുടെ അടുത്തുനിന്ന്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിക്ക് പ്രോപ്പറായിട്ട് പാരൻറ്റിങ് കിട്ടുന്നില്ല. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഹൗ ടു ബി എ ബെറ്റർ സിറ്റിസൺ എന്നുള്ളത് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കിട്ടുന്നില്ല. ഇങ്ങനെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട്, എന്നാൽ കംപ്ലീറ്റ് വേൾഡിന് എക്സ്പോസ്ഡ് ആയിട്ടൊരു കുട്ടി നേരെ പുറത്തിറങ്ങുകയാണ്. ഓക്കെ, സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നു. സൊസൈറ്റിയിൽ എന്താ അവസ്ഥ? കൺഫ്യൂസിങ് ആണ് ആ കുട്ടി കംപ്ലീറ്റ്ലി. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്നുള്ളത് ആ കുട്ടി സ്വയം മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നത്. അല്ലാതെ വേറെ ആരും അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല, ഈ പറഞ്ഞ ടീച്ചേഴ്സ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. സെൽഫായിട്ട് അവർ ചൂസ് ചെയ്യാണ് വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളത്. അതിന് ചില കുട്ടികൾക്ക് തെറ്റിപ്പോവും. അങ്ങനെ തെറ്റിപ്പോണ കുട്ടികൾ വഴിവിട്ട പല രീതിയിലും പോവും. അത് മുതലെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ബിസിനസ്സുകാരും ഉണ്ട്. അവിടെ അവർ ക്യാഷ് ഇൻ ചെയ്യും. ഇതല്ലേ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ 10 സിനിമ പിടിച്ച് ബാൻ ചെയ്തിട്ടോ 10 സിനിമേൻ്റെ മുകളിൽ കൊണ്ടുപോയി കുറ്റം കൊണ്ടുപോയിട്ടിട്ടോ എന്ത് കാര്യം എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഇപ്പം ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. മാർക്കോ സിനിമ ബാൻ ചെയ്തു. കാരണം എന്താ? ഭയങ്കര വയലൻസാണ്. ഈ സിനിമ കണ്ടിട്ട് കുട്ടികൾ അടുത്ത തലമുറ വഴിതെറ്റിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ബാൻ ചെയ്തത്. ഈ അടുത്ത വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറഞ്ഞ അവൻ
സ്വന്തം വീട്ടിലുള്ള ആളുകളെ ഹാമർ വെച്ച് അടിച്ച് കൊന്ന്. ഇവൻ്റെ റിപ്പോർട്ട് വന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടിന് ബ്ലഡ് സാമ്പിളും ഒക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിച്ചത്. ലാസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് ഇവൻ മദ്യപാനി മാത്രമാണ്. എങ്ങനെ ഇരിക്കുന്നത്? മദ്യമാണ് അവിടുത്തെ വിഷയം. മദ്യം ബാൻ ചെയ്യുമോ? ഒറ്റ ചോദ്യം, മദ്യം ബാൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ സിനിമ ബാൻ ചെയ്തു, കുട്ടികൾ വയലൻ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. മദ്യപിച്ച് എത്ര കേസടേ, മദ്യപാനികൾ ഉണ്ടാക്കുന്ന എത്ര കേസടേ. ലഹരി മാറ്റി വയ്ക്കും, മദ്യപിച്ച് സർക്കാർ മദ്യം നിർത്തലാക്കുമോ? പറ്റുമോ? ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അൾട്രാ കോമഡി കണ്ടടേ. നമ്മളെ MV ഗോവിന്ദൻ ഇയാൾ വന്നിരുന്ന് പറഞ്ഞാണ് ഈ സൈഡിലിരിക്കുന്നത്, മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല, അതാണ് പാർട്ടി നിലപാട്. നല്ല നിലപാടാണ് ഗോവിന്ദന്. പാർട്ടി അനുഭാവികൾക്കും ബന്ധുക്കൾക്കും മദ്യപിക്കാം, നേതൃത്വത്തിലുള്ളവർ മദ്യപിക്കരുത്. ബാർ നടത്താം, പക്ഷേ മദ്യപിക്കരുത്. പാർട്ടി അംഗങ്ങൾക്ക് ബാർ നടത്താം, മദ്യപിക്കുന്നത് മാത്രമാണ് തടസ്സം. MV ഗോവിന്ദൻ, ഭരിക്കുന്ന പാർട്ടിയുടെ മുതിർന്ന ലീഡർ. ഇയാൾ തന്നെ ഒരു സൈഡിൽ നിന്ന് മദ്യം ഉപയോഗിക്കുക ഐഡിയ ഇല്ല. ജീവിച്ചു പോണത് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മദ്യത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ പിന്നെ ആ സാധനം പറയാൻ പറ്റില്ലല്ലോ, മദ്യം നിരോധിക്കാൻ പറ്റില്ലല്ലോ. സർക്കാർ കയറി വന്നപ്പോൾ ഭയങ്കര വാഗ്ദാനമായിരുന്നു. ഞാൻ ആ വീഡിയോടെ പ്ലേ ചെയ്യുന്നില്ല, എനിക്ക് ആ സമയം കളയാൻ വയ്യ. ഇന്നസെൻ്റ് വരുന്നു, KPSC ലളിത വരുന്നു, മദ്യവിമുക്ത കേരളം, മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കും, ബാറുകളുടെ എണ്ണം കുറയ്ക്കും. എന്തൊക്കെ വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും അല്ലടേ വിഷയം. സിനിമേൻ്റെ മുകളിൽ ഈ കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയി ഇടുന്നത് എന്തിനാണെന്നറിയോ? ഇതിട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ലഹരി മാഫിയ, അവർക്കെതിരെ 1-2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ന്യൂസും കാര്യങ്ങളും വന്നു. അതങ്ങോട്ട് മാറണം. ലഹരി മാഫിയേൻ്റെ മുകളിൽ നിന്ന് ടോപ്പിക്ക് മാറിപ്പോകണം. പെരുന്നാളാണ് വരാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നത് കേരളത്തിലേക്ക് ലഹരി ഒഴുകും. ഇതിലും വലിയ ന്യൂസുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഒഴുകാൻ പോകുന്നത് ഈ പറഞ്ഞ ബാംഗ്ലൂർ, ആന്ധ്ര, അങ്ങനത്തെ കുറേ സ്റ്റേറ്റിൽ നിന്നാവും ഇത് വരാൻ പോണത്. ഇനിയിപ്പോൾ ബസ് ലോറിയൊക്കെ ഇനിയിപ്പോൾ മറ്റേ D ഹണ്ട് മറ്റേ ഹണ്ട് എന്നൊക്കെ പരിപാടി കൊണ്ട് കുറേ ആൾക്കാർ ഇനി പിടിക്കാൻ നിൽക്കുന്നുള്ളത് കൊണ്ടും അതറിയുന്നത് കൊണ്ടും ഇവരെന്ത് ചെയ്യുന്ന അറിയാം, ലോക്കൽ ബൈക്കേഴ്സിന് വരെ കൊടുത്തയക്കൂടെ. എത്ര പേരുണ്ടോ ഈ ബൈക്കേഴ്സ് ഈ സാധനം കൊണ്ടുവരുന്നത്, ഓഫീസേഴ്സ് അറിഞ്ഞുകൊണ്ട്. ഇപ്പം ലഹരി മാഫിയയുടെ മുകളിൽ നിന്ന് ഈ സംഗതി എങ്ങനെ ഈ ഫോക്കസ് മാറ്റണം. അതിന് 10 സിനിമയുടെ പേരും പറഞ്ഞ് ഒരു സിനിമേൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് ആ സിനിമ കണ്ട്, കാരണം ഫോക്കസ് ഷിഫ്റ്റായി. ഇപ്പോഴും 24/7 ചാനലുകൾ ചർച്ച ചെയ്യുന്നത് എന്താ? നിങ്ങൾ പോയി നോക്ക്. മാർക്കോ സിനിമ ബാൻ ചെയ്തു. അതെ, സിനിമ ബാൻ ചെയ്താൽ കേരളം നന്നാവും അല്ലേ? എന്തൊരു ഉളുപ്പില്ലാത്ത അവസ്ഥയുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇനി നമുക്ക് ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞതൊന്ന് കേട്ടേ പറ്റൂ. ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടു, ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത്തരം സിനിമകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ബ്ലഡ് തെറിക്കുന്ന സിനിമകളാണ്. ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല. വയലൻസ് ഉണ്ടാകും, കഥയിൽ വയലൻസ് ഉണ്ടെങ്കിലും കാണുക, അതിനെ ഹൈഡ് ചെയ്ത് കാണിക്കണം. ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വയലൻസ് കാണിക്കുകയും അടിച്ചു പൊട്ടിക്കുകയും വെട്ടുകയും. ഞാൻ ഈ വിജയുടെയൊക്കെ സിനിമ കാണുമ്പോൾ ആലോചിക്കുന്നത്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ. അയാളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 18 പേര് 20 പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത്. പോലീസ് ഈ നാട്ടിലില്ലയോ എന്ന് നമുക്ക് തോന്നും. പിന്നെ അടുത്ത സീന് വീണ്ടും ഒരു 20 പേരെ കൂടെ വെട്ടി വീഴ്ത്തുകയാണ്. ഇവരെല്ലാം കഴുത്തൊക്കെ മറ്റാണ് വീഴുന്നത്. അപ്പോൾ ഇവരാരെങ്കിലും മരിച്ച കേസൊന്നുമില്ലേ? എനിക്ക് ഈ സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ട്, ചോര തെറിക്കുന്നുണ്ട്, തലയടിച്ച് പൊട്ടിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു. കേസില്ല, പോലീസില്ല നാട്ടിൽ. ഇതെന്ത് സിനിമയാണ്? നായകൻ എന്തും ചെയ്യാം. നായകൻ വരുന്നു, ഒരു 10-20 പേര് വെട്ടി വീഴ്ത്തുന്നു, അങ്ങ് പോകുന്നു. ആ കഴുത്തൊക്കെയാണ് അറ്റു പോകുന്നത്. മരിച്ചിരിക്കാനുള്ള കാരണം വലിയ ശൂലമൊക്കെ എടുത്ത് വയറ്റിൽ കൂടെ കയറുമ്പോൾ അപ്പുറത്തോട്ട് കുത്തി ഇറങ്ങുകയാണ്. മരിച്ചായിരിക്കാനുള്ള ഒരു സാധ്യതയും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ കാണുന്നില്ല. പക്ഷേ ഇവരെ പേരിലൊന്നും പിറ്റേ ദിവസം അവർ വീണ്ടും അടുത്ത കാർ ഓടിച്ചുകൊണ്ട് പോവുകയും പാട്ട് സീനിൽ അഭിനയിക്കുകയും ചെയ്യുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, കാണിക്കുന്ന ഗോഷ്ഠികൾ നമ്മൾ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ കാണിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരാളെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയില്ല വണ്ടിക്ക്, എന്നിട്ട് എന്തായി? സിനിമ വന്നോ രക്ഷിക്കാൻ? ഒരാൾ ബസ്സിനകത്ത് ലോറിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് കണ്ടുകൊണ്ട് ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. അയാൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ലൈസൻസ് പോലും ഇല്ല. നിങ്ങൾ ആലോചിക്കണം. എന്ത് നായാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു സിനിമാ നടനല്ലേ നിങ്ങൾ? വന്നിരുന്നിട്ട് ഈ ബ്ലണ്ടർ വിളിച്ച് പറയാൻ പാടും? എടാ, ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ അറിയാം ഷാറേ ഇത് സിനിമയാണ്. സിനിമയിലുള്ള സാധനം കോപ്പി അടിച്ച് റിയൽ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഉണ്ടെന്ന് നിയമമുള്ളതൊക്കെ അറിയാം. പിന്നെ കഴപ്പ് മൂത്തവന്മാരെന്തെങ്കിലും കാണിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെ തലയിലും കൊണ്ടുവന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഇപ്പം ഇയാൾ ഈ പറഞ്ഞ ശൂലംകുത്തി വിജയ് സിനിമ ബാന്ദ്രയിൽ ഞങ്ങൾ കണ്ടതാ, അല്ല അല്ല അല്ല. അപ്പം ആ സിനിമയിൽ അന്ന് അഭിനയിക്കുമ്പോൾ അറിയില്ലായിരുന്നു ഇതൊന്നും റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇതൊക്കെ റിയൽ ലൈഫാന്നുള്ളത്. എടാ ഇങ്ങനെ കുറേ ആൾക്കാർ സിനിമേനെ തന്നെ എടാ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം അത് സിനിമയാണ് എന്നും. അതിൽ ചെയ്യുന്നത് പോലെ ഇപ്പോൾ 90s കിഡ്സിനൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ കണക്റ്റ് ആവും. പണ്ട് ശക്തിമാൻ വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചിട്ട് ബിൽഡിങ്ങിനെ കൊണ്ടു ചാടിയവരും കേറ്റിക്കെടുത്ത് ചാടിയവരൊക്കെ കാണും. ഇന്ന് ഏതെങ്കിലും ഒരുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും വിജയ് രക്ഷിക്കുന്നു പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും എടുത്ത് ചാടുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം. ലഹരി മാഫിയ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിയിട്ട് സിനിമേൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടണമെന്നാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, നോ വറീസ്. പക്ഷേ ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിങ്, ഏറ്റവും വലിയ പ്രശ്നം പാരൻറ്റിങ്ങാണ്. പ്രോപ്പർ പാരൻറ്റിങ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം സ്കൂൾ ആൻഡ് കോളേജസിലെ ടീച്ചേഴ്സ്, അവരാണ് ഏറ്റവും വലിയ വിഷയം. നല്ലവരുണ്ടാവാം, പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ളത്. അതൊരു വിഷയം. മൂന്നാമത്തെ ഏറ്റവും വലിയ വിഷയം, ഒരു സിമ്പതി എമ്പതി തോന്നാൻ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒന്നുമില്ല. നത്തിങ്, സീറോ. മനസ്സിലായോ? അവരൊന്നും കണ്ട് വളരുന്നില്ല. ന്യൂക്ലിയർ ഫാമിലി ആയി, എല്ലാം ലൈക്ക് വേറെ വഴിയില്ല, ഇന്നവിറ്റബിളാണ്. ചിലപ്പോൾ ആയിപ്പോവും. കാരണം അച്ഛൻ, അമ്മ, കുട്ടി, അങ്ങനെ തന്നെ ആയിരിക്കും ലൈഫ് ഇനി അങ്ങോട്ട് മുന്നോട്ട്. അത്രയും ചെറിയ ചെറിയ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂട്ടുകുടുംബം പോലെ നിൽക്കാൻ പറ്റൂല. ഓക്കെ ഫൈൻ. ബട്ട് അങ്ങനെ നിൽക്കുമ്പോഴെങ്കിലും വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ ഒരു എഫക്ഷൻ തോന്നുന്ന, ഒരു സിമ്പത്തി ഒരാളോട് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അവരെ ഗ്രൂം ചെയ്യുമ്പോൾ കൊണ്ടുവരണം, കൊടുക്കാൻ പറ്റണം, ഇല്ലേ? പിന്നെ പാരൻസ് പഠിക്കണേ, മക്കളെക്കാൾ കൂടുതൽ അറിവ് പാരൻസ് കൊണ്ടുവരണം. അല്ലാതെ നടക്കൂല. ഇനിയുള്ള ജനറേഷൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുട്ടികൾ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡായി, എക്സ്പോസ്ഡായിട്ട് അവർ പാരൻസിനേക്കാൾ അറിവും ബുദ്ധിയുള്ളവരാകുമ്പോൾ സംഭവിക്കും. എല്ലാം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംഭവിക്കും. അല്ലാതെ ഓടിപ്പിടിച്ച് സിനിമേൻ്റെ തലയിൽ കയറി ഇവിടുത്തെ 10 സിനിമ ബാൻ ചെയ്തുകൊണ്ട് നാട് നന്നാവും എന്നുള്ള ചിന്ത, ഈ മണ്ടന്മാരോടൊക്കെ എന്ത് പറയാൻ, ഇനി അറിയാൻ പാടില്ല.